എന്നെ ദേ ഇങ്ങനെ കാണുമ്പോൾ വല്ലാണ്ട് ആർക്കും മനസ്സിലാവുന്നുണ്ടാവില്ല. നിങ്ങളെ പറഞ്ഞിട്ടും കാര്യമില്ല. ദേ ഇതായിരുന്നു എന്റെ കോലം. ഇപ്പൊ ഈ പരിവായി. ഒരു 8 മാസം കൊണ്ട് ആ ബോഡിയിൽ നിന്ന് ഒരു 10-30 കിലോ കുറഞ്ഞിപ്പോ. ദേ കയ്യൊക്കെ നോക്ക്, ഒരു വര വരച്ച പോലെ. സംഭവം വേറൊന്നല്ല, കഴിഞ്ഞൊരു 8 മാസമായിട്ട് ക്യാൻസർ ആയിട്ട് ഞാൻ RCC ട്രീറ്റ്മെന്റിലായിരുന്നു. ആ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു 6 സൈക്കിൾ കീമോ ഉണ്ടായിരുന്നു. ഇപ്പൊ അതേ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ആ കീമോയുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് പോയതാണ് മുടിയും താടിയും പുരികൊക്കെ, കൂടെ സ്ട്രെങ്ത്തും. മുന്നേ നോക്ക്, ഈ വല്ലാത്ത ഡമ്പലൊക്കെ സിമ്പിളായി പൊക്കിയിരുന്ന ഞാനാ. ഇപ്പൊ ഒരു കുപ്പി വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഞാൻ കിടന്ന് കറങ്ങും. അതാണ് ആരോഗ്യത്തിന്റെ അവസ്ഥ. പക്ഷെ സാറല്ല, പതുക്കെ റിക്കവർ ആക്കിയിട്ട് പണ്ടത്തെ ഒരു സ്ട്രെങ്തിലേക്ക് എത്തിക്കണം. പക്ഷെ കുറച്ചധികം പണിയുണ്ട്. അപ്പൊ ശരി എന്നാ. ഇതായിരുന്നു എന്റെ കോലം. ഇപ്പൊ ഈ പരിവായി. സംഭവം ഇത് ഞാൻ വെറുതെ ചെയ്തൊരു വീഡിയോ ആണ്. എനിക്ക് എന്താ പറ്റിയെന്നുള്ള എല്ലാവരോടും പറയാ. കാരണം അധികാരം അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളത് എനിക്ക് എന്താ പറ്റിയുള്ളത്. അപ്പൊ അതെല്ലാവരോടും പറയാന്ന് വെച്ചിട്ടൊരു വീഡിയോ ആണ്. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ആയി. കാരണം ഇത്രയും സപ്പോർട്ട് കിട്ടുന്ന ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താന്ന് പറഞ്ഞാല്, ഇപ്പൊ എനിക്കൊരുപാട് പേര് മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു, എന്താണ് ഓക്കെ ആവും എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് പേഷ്യൻസും സ്റ്റക്കായി നിൽക്കുന്ന പേഷ്യൻസും. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ക്യാൻസർ ആയിട്ട് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കണമല്ലോ. അപ്പൊ നമ്മൾ ഒരു 5-6 ബെസ്റ്റ് ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകും. അപ്പൊ അവരെ രീതി ട്രീറ്റ്മെന്റ് പറയും. അപ്പൊ നമുക്കിതെല്ലാം ഡിഫറെന്റ് ആയിട്ട് തോന്നും. ഇത് വേറെ ട്രീറ്റ്മെന്റ് ആണല്ലോ എന്ന് തോന്നും. അപ്പൊ ആ കൺഫ്യൂഷനിലാവും. അതുപോലെ ഫിനാൻഷ്യലി ആലോചിച്ചിട്ട്, കാരണം കുറച്ച് എക്സ്പെൻസീവ് ആയ ട്രീറ്റ്മെന്റ് ആണല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, RCC ട്രീറ്റ്മെന്റിന് പോകാൻ തീരുമാനിക്കും. അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിച്ച് വരുമ്പോൾ കേൾക്കുന്നത് മൊത്തം നെഗറ്റീവ് ആവും. കാരണം സമയം എടുക്കും എന്നുള്ള നെഗറ്റീവ്, ഒരുപാട് സമയത്തിന്റെ ട്രീറ്റ്മെന്റ് കിട്ടുള്ളൂ എന്നുള്ള നെഗറ്റീവ്. ശരിക്കും RCC പോയാൽ അങ്ങനെ ഒന്നല്ല. RCC പോയാൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ട് ട്രീറ്റ്മെന്റ് അവിടെ നിന്ന് കിട്ടും. അങ്ങനെയാണ്. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കുറെ പേർക്ക് ഞാൻ റിപ്ലൈ കൊടുത്ത്. അപ്പൊ ആ വീഡിയോ ഒരുപാട് റീച്ച് ആയതുകൊണ്ട് തന്നെ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറ്റുന്ന ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇത് ഞാൻ അങ്ങനെ ജസ്റ്റ് റിപ്ലൈ കൊടുത്തിട്ടും കാര്യമില്ല. അപ്പൊ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്, ഇത് എങ്ങനെയാന്നുള്ളത്, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, എത്ര സിമ്പിളാന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. സംഭവം ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഓടേണ്ടി വരും. പിന്നെ മെന്റലി നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കണം. അല്ലാതെ ഒരിക്കലും അസുഖം വന്നല്ലോ ആകെ ടെൻസ്ഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒക്കെ കയ്യിൽ നിന്ന് പോകും. ആ ട്രീറ്റ്മെന്റ് ഒക്കെ കൊളാവും. പിന്നെ നമുക്ക് തീരെ വയ്ക്കൂല, ഫുഡ് കഴിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ആവും. എപ്പോഴും അസുഖം വന്ന് അപ്പോൾ ട്രീറ്റ്മെന്റ് എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയല്ലേ. ഒരു ആക്സിഡന്റ് പറ്റില്ല നമ്മൾ അങ്ങനെ ചെയ്യണം. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ അതൊക്കെ അങ്ങനെ വിചാരിച്ചിട്ട് ട്രീറ്റ്മെന്റിന് പോകണം. അപ്പോ ഈ RCC കാര്യം എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു.